Good morning to all. Today we are discussing second part of Python operators. Python ഓപ്പറേറ്റേഴ്സിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4 ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, സെക്കൻഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, തേർഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫോർത്ത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ഓപ്പറേറ്ററായ മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, നെക്സ്റ്റ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇത്ര ഓപ്പറേറ്റേഴ്സാണ് ഇന്നുള്ളത്. അതിനു പുറമെ പ്ലസ് ഇന്നലെ പറഞ്ഞു അരിത്മെറ്റിക് ഓപ്പറേറ്ററായിട്ടുള്ള പ്ലസ് നമ്മൾ അഡീഷന് വേണ്ടിയിട്ടാണ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ യൂസ് ചെയ്യുക. അപ്പോൾ അത് പ്ലസ് സ്ട്രിങ്ങിൻ്റെ കൂടെ എന്താണ് ഓപ്പറേഷൻ. അതുപോലെ സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയിട്ടാണ് അരിത്മെറ്റിക് ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ അത് സ്ട്രിങ്ങിൻ്റെ കൂടെ അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള രണ്ട് ഓപ്പറേറ്റർ കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ്ഡ് ടു അസൈൻ വാല്യൂസ്. വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ഹിയർ വി ക്യാൻ അസൈൻ മൾട്ടിപ്പിൾ വാല്യൂസ് ടു മൾട്ടിപ്പിൾ വേരിയബിൾസ് അറ്റ് ദ സെയിം ടൈം ഓർ അറ്റ് ദ സെയിം ലൈനിൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് മൾട്ടിപ്പിൾ വേരിയബിൾസിന് അസൈൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അസൈൻമെൻറ്റ് means here assignment process taking place from right to left. ആദ്യത്തെ റൈറ്റിലുള്ള വാല്യൂ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റിലെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. റൈറ്റ് സൈഡിലെ സെക്കൻഡ് വാല്യൂ ലെഫ്റ്റ് സൈഡിലെ സെക്കൻഡ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ അസൈൻമെൻറ്റ് ടേക്കിംഗ് പ്ലേസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് the values and variables should be separated by comma. ഇതിൽ വാല്യൂസും വേരിയബിൾസും ഒക്കെ നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. എക്സ് വൈ ഈക്വൽ ടു 4, 8. നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ വേരിയബിൾസും ഉണ്ട്, വാല്യൂസും അസൈൻ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ റൈറ്റിലുള്ള ഒന്നാമത്തെ വാല്യൂ എന്ന് വെച്ചാൽ 4 എന്നുള്ളത് ലെഫ്റ്റിലെ ഒന്നാമത്തെ വേരിയബിളായ എക്സിലേക്ക് അസൈൻ ചെയ്യും. അതുപോലെ തന്നെ 8 എന്നുള്ളത് ലെഫ്റ്റിലെ രണ്ടാമത്തെ വേരിയബിളായ വൈയിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് എക്സ് എന്ന് കൊടുത്താൽ 4 എന്ന് പ്രിൻ്റ് ചെയ്യും, പ്രിൻറ്റ് വൈ എന്ന് കൊടുത്താൽ 8 എന്ന് പ്രിൻ്റ് ചെയ്യും. അറ്റേ ടൈമിൽ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസിലേക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊന്ന് ഒരു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2 എലമെൻറ്റ്സ് ആണുള്ളത്, ബനാന, ആപ്പിൾ. ഇപ്പോൾ എക്സ് വൈ ഈക്വൽ ടു ഫ്രൂട്ട്സ് എന്ന് കൊടുത്താൽ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിൽ ഒന്നാമത്തെ എലമെൻറ്റ് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്കും രണ്ടാമത്തെ എലമെൻറ്റ് വൈ എന്ന് പറയുന്ന വേരിയബിളിലേക്കും അസൈൻ ചെയ്യും. അതവിടെ പ്രിൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ബനാന, പ്രിൻറ്റ് വൈ എന്ന് പറഞ്ഞാൽ ആപ്പിൾ എന്ന് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ടു ടെസ്റ്റ് whether an object is present in a sequence or not. ഒരു സീക്വൻസിൽ ഒബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്, ലിസ്റ്റ്, ടുപ്പിൾ എക്സെട്ര. There are 2 types of membership operators, in and not in. ഇപ്പോൾ ഇൻ ഓപ്പറേറ്റർ റിട്ടേൺ ട്രൂ. നമ്മൾ പറഞ്ഞു മെമ്പർഷിപ്പ് ഉണ്ട് എങ്കിൽ എന്ന് വെച്ചാൽ തന്ന സീക്വൻസിൽ തന്ന സീക്വൻസിൽ ഒബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് അതിലുണ്ടെങ്കിൽ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഇവിടുത്തെ എക്സാമ്പിൾ എക്സ് എന്നുള്ളത് വൈയിൽ ഉണ്ട് എങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അതർവൈസ് ഇല്ലാത്ത പക്ഷം ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇന്നിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നോട്ട് ഇൻ. അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ നോട്ട് ഇൻ പ്രസൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഉണ്ടെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. എക്സാമ്പിൾ നോക്കാം. എക്സ് ഈക്വൽ ടു 3, 3.5 ആപ്പിൾ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. പ്രിൻറ്റ് 3.5 ഇൻ എക്സ്. വേറെ 3.5 എന്നുള്ള എലമെൻറ്റ് എക്സിൽ പ്രസൻ്റ് ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ എന്ന് വന്നു. ആപ്പിൾ നോട്ട് ഇൻ എക്സ്. അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക. ഇവിടെ നോട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഫാൾസ് എന്ന് വന്നിട്ടുള്ളത്. ഇതാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. അടുത്തത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്.
ഇപ്പോൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ടു ചെക്ക് വെദർ the objects share the same memory location or not. ഒബ്ജക്ട്സുകൾ ഒരേ അല്ലെങ്കിൽ വേരിയബിൾസ് ഒരേ മെമ്മറി ലൊക്കേഷൻ ആണോ ഷെയർ ചെയ്യുന്നത് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. പൈത്തൺ ഓഫേഴ്സ് 2 ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. പൈത്തൺ 2 ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്തുള്ളത്, അല്ലെങ്കിൽ 2 ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഈസ് ആൻഡ് സെക്കൻഡ് ഈസ് നോട്ട്. ഈസ് റിട്ടേൺ ട്രൂ. ഈസ് ട്രൂ റിട്ടേൺ ചെയ്യുന്നത് ബോത്ത് ഷെയർ സെയിം മെമ്മറി ലൊക്കേഷൻ. ഒരേ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അതർവൈസ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഈസ് നോട്ട് റിട്ടേൺ ട്രൂ. അപ്പോൾ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ഈസ് നോട്ട് ട്രൂ റിട്ടേൺ ചെയ്യും. നേരെ ഓപ്പോസിറ്റ്, ഈസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ എക്സ് ഈസ് നോട്ട് വൈ. എക്സും വൈയും ഒരേ മെമ്മറി ലൊക്കേഷൻ അല്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ആണ് എങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇവിടെ നോക്കുക, എക്സും വൈയും രണ്ട് ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരേ എലമെൻറ്റ്സ് ആയി എന്ന് വെച്ചിട്ട് ഒരേ മെമ്മറി ലൊക്കേഷൻ ആവണമെന്നില്ല. അപ്പോൾ ഇത് രണ്ട് മെമ്മറി ലൊക്കേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് പ്രിൻറ്റ് എക്സ് ഈസ് വൈ, എക്സും വൈ ഒരേ മെമ്മറി ലൊക്കേഷൻ ആണോ അല്ല എന്നുള്ള ഫാൾസ് എന്ന് വരാൻ കാരണം. ഇപ്പോൾ സെഡും എക്സും ഉണ്ട്. സെഡ് റെഫർ ചെയ്യുന്നത് എക്സിലേക്ക് തന്നെയാണ്. മീൻസ് ബോത്ത് സെഡ് ആൻഡ് എക്സ്, ബോത്ത് ലിസ്റ്റ് ആർ, ബോത്ത് വേരിയബിൾസ് ആർ ഷെയറിങ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ, അല്ലെങ്കിൽ ബോത്ത് ലിസ്റ്റ് ഷെയറിങ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ. രണ്ടും ഒരേ മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. കാരണം സെഡിൽ നിന്നുള്ള റെഫറൻസ് മാത്രമാണ് എക്സ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് ഈസ് സെഡ് എന്ന് പറയുമ്പോൾ ട്രൂ എന്ന് വന്നിട്ടുണ്ട്. രണ്ടും ഒരേ മെമ്മറി ലൊക്കേഷനാണ്. രണ്ടും ഉപയോഗിച്ചിട്ടും നമുക്ക് അതിലുള്ള വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. പ്രിന്റ് വൈ ഈസ് നോട്ട് സെഡ്. ഇപ്പോൾ വൈയും സെറ്റും ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ ഈസ് നോട്ട് എന്ന് വെച്ചാൽ രണ്ടും ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്താണ്? ട്രൂ ആണ് വരിക. രണ്ടും സെയിം ആണെങ്കിൽ അത് ഫാൾസ് വരും. ആൻഡ് സ്റ്റാർ ഓപ്പറേറ്റേഴ്സ് ഇൻ സ്ട്രിങ്. ഇപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ യൂസ്ഡ് ടു കൺകാറ്റിനേറ്റ് 2 സ്ട്രിങ്സ്. 2 സ്ട്രിങ്ങുകൾ കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസിൽ പ്ലസ് ഓപ്പറേറ്റർ എന്നുള്ള കൺകാറ്റിനേറ്റ്, ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്ക് മറ്റൊരു സ്ട്രിങ് അപ്പെൻഡ് ചെയ്യാനാണ് നമ്മളെ പ്ലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു ഗുഡ്, വൈ ഈക്വൽ ടു മോൺ. ഇപ്പോൾ അപ്പോൾ സ്ട്രിങ് ആണ്. അപ്പോൾ അത് സ്ട്രിങ് പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആയിട്ടല്ല എടുക്കുക. ഇവിടെ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ, അതാണ് ടൈപ്പ് എന്ന് പറഞ്ഞത്. അതിലേക്ക് കൊടുത്തിട്ടുള്ള വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ടൈപ്പ് എടുക്കും. ഇപ്പോൾ ഇവിടെ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ഗുഡ് എന്ന് പറയുന്ന എൻഡിലേക്ക് മോർണിംഗ് എന്നുള്ളത് അപ്പെൻഡ് ചെയ്യും. അതാണ് പ്രിൻറ്റ് സെഡ് എന്ന് വന്നപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്ലസ് സ്ട്രിങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. അടുത്തത് സ്റ്റാർ ഓപ്പറേറ്റർ. സ്റ്റാർ നമുക്കറിയാം അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആകുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. എന്നാൽ സ്ട്രിങ്ങിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ അത് റിപ്പീറ്റ് ദ ഓപ്പറേഷൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അറിയാം എ ഈക്വൽ ടു ഹൈ എന്ന് വന്നിട്ടുണ്ട്. ഇത് സ്ട്രിങ് ആണ്. പ്രിൻറ്റ് എ സ്റ്റാർ 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ 3 ടൈംസ് ദ കണ്ടൻറ്റ് ഓഫ് എയിലുള്ള കണ്ടൻറ്റ് 3 പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഇവിടെ ഹൈ എന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഓരോ ഓപ്പറേറ്റേഴ്സിൻ്റെ ഓപ്പറേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. മൾട്ടിപ്പിൾ വേരിയബിൾസിലേക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് അസൈൻ ചെയ്യണം. 1,5 എന്ന് കൊടുത്തു. എക്സിലേക്ക് 1 എന്ന് അസൈൻ ചെയ്യും, വൈയിലേക്ക് 5 എന്ന് അസൈൻ ചെയ്യും. പ്രിൻറ്റ് വൈ എന്ന് കൊടുത്താൽ 5 എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ആ 5 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു എക്സ് എന്ന് പറയുന്ന മറ്റേ ലിസ്റ്റ് ഉണ്ട് ക്രിയേറ്റ് ചെയ്തു. എക്സ് ഈക്വൽ ടു 1, ഞാൻ ആപ്പിൾ എന്ന് കൊടുത്തു. എന്നിട്ട് 2 വേരിയബിൾസ് എ, ബി വേരിയബിളിൽ, കാരണം 2 എലമെൻ്റ് ആണുള്ളത്. എക്സ് എന്ന് കൊടുത്താൽ കാരണം 2 എലമെൻ്റ് ഉള്ളതുകൊണ്ട് ഓരോ എലമെൻറ്റും എയിലേക്ക് 1 എന്നുള്ള ആ എലമെൻറ്റ് അസൈൻ ചെയ്യും. ബിയിലേക്ക് ആപ്പിൾ എന്നുള്ള എക്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിലെ എലമെൻറ്റുമാണ് അസൈൻ ചെയ്യുക. പറഞ്ഞു 2 എലമെൻ്റ് ഉള്ള ഒരു ലിസ്റ്റാണ്. അപ്പോൾ 2 വേരിയബിൾ, ഒന്നാമത്തെ എലമെൻറ്റ് എയിലേക്കും ബിയിലേക്ക് രണ്ടാമത്തെ എലമെൻറ്റും അസൈൻ ചെയ്യും. ഇനി നമ്മൾ പ്രിൻറ്റ് ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആപ്പിൾ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് തന്ന സീക്വൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ്.
അപ്പോൾ ഇവിടെ അറിയാം തന്നത് എക്സ് ആണ്. അപ്പോൾ എക്സിൽ 1 പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഇൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ മെമ്പർഷിപ്പ്, 2 മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഇൻ ആൻഡ് നോട്ട് ഇൻ. ഇവിടെ ഞാൻ കൊടുത്തു 1, എന്നിട്ട് ഇൻ എക്സ്, കാരണം സീക്വൻസ് എക്സ് ആണ്, 1 പ്രസൻറ്റ് ചെയ്ത് ട്രൂ എന്നുള്ളത് വരും. പ്രിൻറ്റ് ഞാൻ ആപ്പിൾ എന്ന് കൊടുക്കുക, സ്ട്രിങ് കൊടുക്കുക, ഡബിൾ കോഡ്സിൽ സ്പെസിഫൈ ചെയ്യണം. നോട്ട് ഇൻ എന്ന് വെച്ചാൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പം നോട്ട് ഇൻ എക്സ്, ഇപ്പോൾ നോട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് ഫാൾസ് ആണ് വരിക. നോക്കാം, ഫാൾസ് ആണ്, കാരണം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ആപ്പിൾ ഉണ്ട്. നോട്ട് ഇൻ ട്രൂ റിട്ടേൺ ചെയ്യുക പ്രസൻറ്റ് ചെയ്യുന്നില്ല എങ്കിലാണ്. അപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാൾസ്, അതാണ് ഇവിടെ ഫാൾസ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അടുത്തത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്, സെയിം മെമ്മറി ലൊക്കേഷൻ ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ ആൾറെഡി നമ്മൾ ഒരു വേരിയബിൾ ഇവിടെ ഒരു ലിസ്റ്റ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലിസ്റ്റ് അതേ കണ്ടൻറ്റുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സ് കോമ ആപ്പിൾ എന്ന് കൊടുത്തു, ഒന്നാമത്തെ എലമെൻറ്റ് എക്സ്, രണ്ടാമത്തെ എലമെൻറ്റ് ആപ്പിൾ എന്ന് കൊടുത്തു. ഇനി നമ്മളത് രണ്ടും ഒരേ മെമ്മറി രണ്ട് മെമ്മറി ലൊക്കേഷൻ ആയിട്ട് തന്നെയാണ് എടുക്കുക. ഒരേ കണ്ടൻറ്റ് ആണെങ്കിൽ തന്നെയും അത് 2 മെമ്മറി ലൊക്കേഷൻ ആയിട്ടാണ് എടുക്കുക. എക്സ് ഈസ് വൈ, എക്സും വൈ ഒരേ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യുകയാണോ, ഫാൾസ് എന്നാണ് വരിക. ഇനി ഞാൻ ഇവിടെ കൊടുത്ത് സെഡ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. ഇപ്പോൾ സെഡും എക്സും ഇവിടെ ഒരേ മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്യുന്നത്. മീൻസ് സെഡ് ഈസ് റെഫറിങ് ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് എക്സ്. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ എക്സിൻ്റെ ആ മെമ്മറി ലൊക്കേഷനിലേക്കുള്ള എല്ലാ ഓപ്പറേഷനും നമുക്ക് ഇനി സെഡ് വെച്ചും നടത്താൻ പറ്റും. നമ്മൾ സെയിം മെമ്മറി ലൊക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. പ്രിൻറ്റ് സെഡ് ഇൻ ഈസ് എക്സ്, ഈസ് എക്സ്, ഇപ്പോൾ ട്രൂ എന്ന് വരും. അതാണ് ട്രൂ എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിൻ്റ് ഓഫ് സെഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സിലുള്ള 1 ആപ്പിൾ നിന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇത്രയാണ് പ്രാക്ടിക്കലായിട്ട് നമ്മളിതിൽ കാണിക്കുന്നത്. എല്ലാവർക്കും അതുപോലെ ഇന്നത്തോടു കൂടി നമ്മൾ ഓപ്പറേറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.